ഇമെക്സ് കുടുംബത്തിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ നേരുന്നു. അതിനോടൊപ്പം തന്നെ കമ്പനിയുടേതായ കുറച്ച് അപ്ഡേഷൻസുകൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഒന്നാമതായി വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കും, നമ്മുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. നമ്മുടെ കമ്പനി ബാലൻസ്ഡ് ബിസിനസ് സിസ്റ്റം സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ് ബിസിനസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ എങ്ങനെയാണ്, എന്താണ് ബിസിനസ് സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് നമ്മുടെ കമ്പനി ബാലൻസ്ഡ് ബിസിനസ് സിസ്റ്റം സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമലി നടക്കുന്ന ഓൺലൈൻ കമ്പനികളെല്ലാം തന്നെ, ഫോർ എക്സാമ്പിൾ ഇ-കോമേഴ്സ് കമ്പനികൾ, ഏത് ഏരിയയിൽ നിന്നാണോ കൂടുതൽ ബിസിനസ് വരുന്നത് എന്നുള്ള റിസർച്ച് നടത്താറുണ്ട്. അത്തരത്തിലുള്ള റിസർച്ച് തന്നെയാണ് നമ്മൾ സ്ട്രാറ്റജി 1, സ്ട്രാറ്റജി 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചുള്ള ഇൻകവും സാധാരണ പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതുമാണ്. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഒരു കോംപ്ലിക്കേഷനും അതിലില്ല. എക്സ്ട്രീം ലെഫ്റ്റ്, എക്സ്ട്രീം റൈറ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന് മാത്രം. ഓക്കെ, അത് കമ്പനിയെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും നല്ലത് തന്നെയാണ്. ഓക്കെ, കമ്പനിയുടെ മുന്നോട്ട് ഉള്ള നടത്തിപ്പിന് ഏറ്റവും നല്ലതാണ്. എത്ര കാലം കമ്പനി മുന്നോട്ട് പോകുന്നോ അത് നിങ്ങൾക്കും നല്ലതാണ്. അതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇതാണ് വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ. നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. ആ രജിസ്റ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊന്ന് പറയാനുള്ളത് നിങ്ങളുടെ റീഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കലും കമ്പനിക്ക് നിങ്ങൾ റീഫണ്ട് ചെയ്ത് പോകണം എന്നാഗ്രഹിക്കുന്ന കമ്പനിയല്ല ഇത്. പക്ഷേ പല ആളുകളും പാനിക്കായിട്ടും പലതരത്തിലും ടെൻഷനും കാര്യങ്ങളും അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കമ്പനിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്വാസമില്ല എന്ന് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഫണ്ട് തിരിച്ചു കൊടുക്കേണ്ട കടമ നമ്മുടെ കമ്പനിക്കുണ്ട്. റിഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള ആ എഗ്രിമെൻറ്റിൽ തന്നെ നമ്മൾ എഴുതി ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ റീഫണ്ട് അവർക്ക് കൊടുക്കുന്നത്. ഒരു തരത്തിലും എൻ്റെ കൂടെയുള്ള ഒരാളും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ റീഫണ്ട് തീർച്ചയായിട്ടും കിട്ടും. അതിനുള്ള ഫണ്ട് നമ്മുടെ കമ്പനിയിലുണ്ട്. അതിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുണ്ട്. അവരിൽ കൂടെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ റീഫണ്ട് വേണ്ടവർക്ക് നമ്മൾ 10 ദിവസം കൂടി, അതായത് തീയതി വരെ അവരുടെ റീഫണ്ട്, അതായത് റീഫണ്ട് കൊടുക്കേണ്ട ഡേറ്റ് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, അതായത് നവംബർ 26 വരെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം 26 തന്നെ പിന്നെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ആർക്കൊക്കെയാണ് നമ്മുടെ കമ്പനിയുടെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും റീഫണ്ട് കൊടുക്കാം. അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം കമ്പനിയുടേതാണ്. അതിൽ യാതൊരുവിധ മാറ്റവും കമ്പനി ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ റീഫണ്ടുമായിട്ടുള്ള അപ്ഡേഷൻ ഇതാണ്. ഇനി ഇ-കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു മാനസികാവസ്ഥ, ഒരു മാനസിക വിഷമം നിലനിൽക്കുന്നത് പേ ഔട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ പേ ഔട്ട് സ്റ്റാർട്ടാവുന്നതാണ്. റെഗുലറായിട്ട് നോർമലി എങ്ങനെയാണോ നമ്മുടെ കമ്പനി പോയിരുന്നത് അതുപോലെ തന്നെ സ്റ്റാർട്ടാകുന്നതാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഓപ്പൺ ആകുമെന്നുള്ള കാര്യം അറിയിക്കുന്നത്. എൻ്റെ ഫാമിലിയിലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹമാണ്. ഓക്കെ,
ബിസിനസ്സിലുണ്ടായേക്കാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇതുണ്ടാവും. അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കമ്പനികൾക്ക് നേരിടേണ്ടതായിട്ട് വരും. നല്ല രീതിയിൽ പോകുന്ന എല്ലാ കമ്പനികൾക്കും നേരിടേണ്ടതായിട്ട് വരും. അതിൻ്റേതായ ഡോക്യുമെൻസുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ ഞാൻ തന്നു. അതുപോലെ തന്നെ റീഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷനുകളും തന്നിട്ടുണ്ട്. അതായത് വരുന്ന 26-ാം തീയതി വരെ നിങ്ങൾക്ക് റീഫണ്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.